നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയനാണ് ബജറ്റ് അവതരണം നടത്തിയത്. സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിവിധ മേഖലകൾക്ക് പ്രാദേശിക വികസനവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കാൻ ഉതകുന്ന പദ്ധതികൾക്ക് കൂടുതൽ പരിഗണന നൽകുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം മുതലായ വിഷയങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ തുടർച്ചയെന്നോണം തലചായ്ക്കാനൊരിടം എന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്ന സാഫല്യം തന്നെയാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്ന പ്രധാന പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തീകരിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ലൈഫ് പദ്ധതി സഹായം നൽകാനും മികച്ച തുടക്കം കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക കണ്ടെത്തേണ്ടതുണ്ട്. ഭവന നിർമ്മാണങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ നിർമ്മാണ മേഖലയിൽ മാത്രമല്ല നമ്മുടെ പൊതുവിപണിയിൽ തന്നെ പുത്തൻ ഉണർവേകാനും ഓരോ കുടുംബത്തിനും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ സമ്മാനിക്കാനും സാധിക്കും. അതിനാൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടി 8,11,50,000 രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു. സുസ്ഥിര വികസനത്തിൻ്റെ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്ന 9 വിഷയമേഖലകളെ ഏറ്റവും കുറഞ്ഞത് 3 വിഷയമേഖലകളെങ്കിലും ഊന്നൽ നൽകേണ്ടതുണ്ട്. ആയതിനാൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകുന്നത് ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ്, ടൂറിസം, കുടിവെള്ളം ഈ 3 മേഖലകൾക്കാണ്. നമ്മളുടെ അതിമനോഹരമായ ഭൂപ്രകൃതിയും പുഴകളും ക്ഷേത്രങ്ങളും നെയ്ത്ത് ഗ്രാമങ്ങളും ഉൾപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ അംഗമായെങ്കിലും ഭൂമി ലഭ്യത ഒരു പ്രഹേളികയായി മുന്നിൽ നിൽക്കുന്നു. കൂട്ടായ ശ്രമത്തിലൂടെ നമുക്ക് വിജയം നേടേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ സംഭാവനകൾ നമുക്ക് എത്ര വേണമെങ്കിലും സ്വീകരിക്കാം, അത്രയ്ക്ക് അങ്ങോട്ട് കൊടുക്കണം എന്ന് മാത്രം. രാഷ്ട്രപിതാവിൻ്റെ ഈ മഹത്വചനം നമ്മുടെ തന്നെ ശീലങ്ങൾക്ക് ശുചിത്വപൂർണ്ണമായ സമഗ്രത ഉറപ്പാക്കേണ്ടതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നു. മാലിന്യ സംസ്കരണം ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും അനിവാര്യ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത രംഗത്ത് വലിയ സഹായമായി എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യകളായ ഹരിതമിത്രം ആപ്പ് പോലുള്ളവ സഹായമായി എങ്കിലും അജൈവ മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനും വേർതിരിക്കുന്നതിനുമുള്ള സ്ഥിരം സ്ഥലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിലവിലെ ജൈവമാലിന്യ സംസ്കരണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ സംഭവിച്ച കേടുപാടുകൾ തീർക്കുന്നതിന് ആവശ്യമായ തുകയും ഈ ബജറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചത്. ഇതുവഴി 185 കിലോമീറ്റർ പൈപ്പ് ലൈൻ വ്യാപനവും 10 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈപ്പ് ലൈൻ വ്യാപനം ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ എത്തിച്ചു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് കൂടുതൽ തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 4 പ്രധാന ഗ്രാമീണ റോഡുകൾ ആധുനിക നിലവാരത്തിലെത്തിക്കുന്നതിനും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടി 75 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. എഴുന്നള്ളത്തുപാത, കയറമ്പാറ, ഭാരതപ്പുഴ, ക്ഷേത്രം റോഡ്, ഏരുകുളം റോഡുകൾ മാതൃകാപരമായി പുനർനിർമ്മിക്കും. തൊഴിലുറപ്പ് ദിനങ്ങൾ കുറെ കൂടി ഉൽപ്പാദനക്ഷമതയുള്ള മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനും കർഷകർ, പാലുൽപാദകർ എന്നിവർക്ക് സഹായമാകുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ 4 മിഷനുകളായ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോ മേഖലയ്ക്കും ആവശ്യമായ തുകയും ഈ ബജറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കാനും യുവാക്കളുടെ കായിക വിനോദങ്ങൾക്ക് ഒരു മൈതാനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തിരുവില്ലാമല LP സ്കൂളിൽ മൈതാനത്തിൻ്റെ പൂർത്തീകരണത്തിന് തുക കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളായ മെൻസ്ട്രൽ കപ്പ്, ഇരുചക്രം വാങ്ങുന്നതിന് സഹായം, മൃഗസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന പദ്ധതികളായ കറവപ്പശു വാങ്ങൽ, പോത്തുകുട്ടി പോലുള്ള പദ്ധതികളും വനിതകൾക്ക് യോഗാ പരിശീലനവും ഈ സാമ്പത്തിക വർഷം കൂടുതൽ വനിതകളിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കുന്നു. കുത്താമ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അനുബന്ധ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തുക കണ്ടെത്തേണ്ടതുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടി പ്രയോജനപ്പെടുത്തി പട്ടിപ്പറമ്പ് ആരോഗ്യ ഉപകേന്ദ്രം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കപ്പെടും എന്ന ആത്മവിശ്വാസത്തിലാണ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ 24-25 വർഷത്തെ ബജറ്റിൽ ഊന്നൽ നൽകുന്ന മേഖലകളാണ് മുകളിൽ പ്രതിപാദിച്ചത്. അവയ്ക്കുള്ള വകയിരുത്തലുകൾ ചുവടെ ചേർക്കുന്നു. ഭവന നിർമ്മാണം, ഉൽപ്പാദന മേഖല, ടൂറിസം, ഗ്രാമീണ റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. അതിനർത്ഥം മറ്റു മേഖലകളെ അലസമായി സമീപിക്കുന്നു എന്നല്ല. സുസ്ഥിര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സേവന മേഖലയുടെയും പശ്ചാത്തല മേഖലയുടെയും വികസനത്തിന് വിഭവശേഷിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുന്ന പരമാവധി സ്രോതസ്സുകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകളും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പരമാവധി വിഭവങ്ങൾ കണ്ടെത്തുകയും തനത് വരുമാനമായ നികുതിയേതര വരവുകളുടെ വരുമാന നഷ്ടം കണ്ടെത്തി കുറച്ചുകൊണ്ട് വരുമാന വർധനയും അടുത്ത സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നു.
ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലകളും അവയ്ക്കുള്ള വകയിരുത്തലുകളും: ലൈഫ് ഭവന പദ്ധതി 8,11,50,000, കാർഷിക മേഖല 58,35,000, മൃഗസംരക്ഷണവും ക്ഷീരവികസനവും 39,87,450, കുടിവെള്ളം 18 ലക്ഷം, വനിതാക്ഷേമം 38,40,000, അംഗനവാടികളിലെ പോഷകാഹാര വിതരണം 55,57,000, ആരോഗ്യമേഖല 34,70,000, ശുചിത്വം മാലിന്യ സംസ്കരണം 1,01,05,932, വിദ്യാഭ്യാസം കലാ സാംസ്കാരികം യുവജന ക്ഷേമം 76,31,000, കുട്ടികൾ ഭിന്നശേഷിക്കാർ 16 ലക്ഷം, വൃദ്ധർ പാലിയേറ്റീവ് കെയർ അഗതികൾ 18,67,300, ടൂറിസം ഹാപ്പിനെസ് പാർക്ക് 50 ലക്ഷം, ചെറുകിട ജലസേചനം 10 ലക്ഷം, പട്ടികജാതി വികസനം 1,68,88,000, പശ്ചാത്തല മേഖല 3,49,64,000. ബജറ്റ് വർഷം പ്രതീക്ഷിക്കുന്ന വരവുകൾ: നികുതി വരവ് 90 ലക്ഷം, നികുതിയേതര വരവ് 94,10,000 രൂപ, ജനറൽ പർപ്പസ് ഫണ്ട് 1,80,00,000, ആകെ തനത് വരവ് 3,64,10,000 രൂപ, വികസന ഫണ്ട് ജനറൽ 2,23,86,000, വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതി 1,68,88,000, 15ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് 1,04,12,000, മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് 1,08,52,000, മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് 57,32,000, ഗുണഭോക്തൃ വീതം 1,10,10,750 രൂപ, സംയോജിത പദ്ധതികൾക്ക് വേണ്ടിയുള്ള വിഹിതങ്ങൾ 2,13,70,000, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 1,64,76,332, സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ ഹഡ്കോ വായ്പ മറ്റു വകുപ്പുകളുടെയും ഏജൻസികളുടെയും CSR ഫണ്ടുകൾ 4,04,70,000 രൂപ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 7 കോടി, MLA MP ഫണ്ട് 50 ലക്ഷം രൂപ, പെൻഷൻ മുതലായ വിവിധ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ 9,45,00,000, ആകെ വരവ് 34,96,03,982 രൂപ. മേൽപ്പറഞ്ഞ ആകെ വരവും 2023-2024 വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പായ 2,12,36,182 രൂപയും ചേർത്ത് ആകെ 37,08,40,164 രൂപ 24-25 വർഷം വരവ് പ്രതീക്ഷിക്കുന്നു. ബജറ്റ് വർഷം പ്രതീക്ഷിക്കുന്ന ചെലവുകൾ: അനിവാര്യ ചുമതലകൾക്കും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഭരണ ചെലവുകൾക്കും വേണ്ടി വരുന്ന ചെലവ് 2,73,30,000. പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള പദ്ധതിയേതര ചെലവുകൾ പദ്ധതി ചെലവുകൾക്ക് നീക്കിവെക്കുന്ന തുക 9 കോടി. റവന്യൂ ചെലവുകൾക്ക് 2,13,00,000. റവന്യൂ ചെലവുകൾക്ക് 21,37,11,050 രൂപ. മൂലധന ചെലവുകൾക്ക് 2,13,85,332 രൂപ. അങ്ങനെ ആകെ ചെലവ് 35,24,26,282 രൂപ. നീക്കിയിരിപ്പ് സംഖ്യയായ 1,84,13,782 രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇനിയും വരും വസന്തങ്ങളും വിലകൊഴിയും സീസണുകളും ശരത്കാല വൃക്ഷിയും പേമാരിയും തോൽക്കാതെ നാം ഇനിയും പടവരുതും മന്ദമാരുതൻ തൊട്ടുതലോടും നെൽപ്പാടങ്ങൾ കതിരണിയും ഒന്നിച്ചൊന്നായി മുന്നോട്ടെങ്കിൽ എല്ലാം ഇനിയും തിരികെ വരും എന്ന കവിവചനത്തിലെ ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചുകൊണ്ട് പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ മേൽപ്പറഞ്ഞ വിവിധ പദ്ധതികളുടെ പരിഹാരം കണ്ടെത്തുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവില്ലാമലയുടെ സമഗ്രമായ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനം ഏറ്റവും അടിത്തട്ടിലെ ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക ഉത്തേജനവും നൽകി ഓരോ പൗരൻ്റെയും സംതൃപ്തമായ ഭാവിക്കും വേണ്ടി ശ്രമിച്ചുകൊണ്ട് തയ്യാറാക്കിയ 2024-25 വർഷത്തെ ഈ ബജറ്റ് ഭരണസമിതിക്ക് മുമ്പാകെയും ജനസമക്ഷം മുമ്പാകെയും സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച പഞ്ചായത്തിലെ അക്കൗണ്ടന്റ് ഷിബുമോൻ, സെക്രട്ടറി അടക്കമുള്ള മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു.